ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീൻ ആർക്കിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് കണ്ടോ, നമ്മൾ നട്ടുകൊടുത്തിരുന്ന പയറാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയൊരു പയർ ചെടികളാണ് ഇതെല്ലാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ പോയി തുടങ്ങി, ഉണങ്ങി തുടങ്ങി, അതിൻ്റെ ഫലം കുറഞ്ഞു തുടങ്ങി കേട്ടോ. നമുക്കിപ്പോൾ പയറൊന്നും കിട്ടാതെ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അടുത്ത ഒരു കൃഷി ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാനപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടി കൃഷിസ്ഥലം ഒന്ന് ഒരുക്കാം. അപ്പോൾ ഈ നട്ടുകൊടുത്തിരിക്കുന്ന പയർ ഒക്കെ നമുക്കൊന്ന് വെട്ടി പറിച്ച് മാറ്റി കളയാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്ഥലം ഒന്ന് ഒരുക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ നട്ടുകൊടുത്തിരിക്കുന്ന പയറും അതുപോലെ ഇവിടെ കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ട്, അതായത് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് ആദ്യം വെട്ടിമാറ്റാം. ഇത് കണ്ടോ, നമ്മുടെ ഈ വെണ്ടയൊക്കെ പോയിട്ടോ, വെണ്ടയ്ക്ക് കിട്ടാതെ ആയി തുടങ്ങി. അപ്പോൾ ഇനി ഇത് പറിച്ച് കളഞ്ഞ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടാം. ഇത് നോക്കി നല്ല രീതിയിൽ തന്നെ ചപ്പും ചവറും നമുക്കൊന്ന് വെട്ടി മാറ്റാനുണ്ടായിട്ടോ. അപ്പോൾ അതേ ഞാൻ പുല്ലൊക്കെ വെട്ടി മാറ്റി നല്ല നിരപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് നമ്മുടെ പച്ചക്കറി തൈയൊക്കെ വാങ്ങുന്ന കടയിലൊന്ന് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പയർ വിത്ത് അതുപോലെ തന്നെ വെണ്ട വിത്തൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ 2 ടൈപ്പ് പയർ വിത്താണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഒന്ന് വയലറ്റ് പയർ വള്ളിപ്പയറും അതുപോലെ തന്നെ പച്ച വള്ളിപ്പയറുമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആനക്കൊമ്പൻ വെണ്ട വിത്താണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണമല്ലോ, ഒന്ന് കുതിർന്ന് കിട്ടണം. കുതിർത്തിയെടുക്കുന്നുള്ളൂ കേട്ടോ, ഞാനിത് മുളയ്ക്കാൻ കാത്തു നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 5-6 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിലിപ്പോൾ വീഡിയോയിൽ പിന്നീടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ കൃഷി നടാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതവിടെ നിന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഇവിടെ പുല്ലൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തൂമ്പ വെച്ച് ഈ പുല്ലൊക്കെ ഒന്ന് ചരണ്ടി മാറ്റാം. അപ്പോൾ ഞാൻ പുല്ലൊക്കെ ചരണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട് കീറിയാണ് കേട്ടോ നമ്മൾ പയർ വിത്ത് നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ നമുക്കത് തോടൊന്ന് കീറി കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നനയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. വെള്ളമൊന്നും ഒഴുകി പോകാതെ അവിടെ തന്നെ കിടന്ന് നല്ല രീതിയിൽ നനയ്ക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നീട് ഇതിന് വളമിട്ട് മണ്ണിട്ട് മൂടാനൊക്കെ ഈ 2 സൈഡിൽ നിന്ന് മണ്ണ് വെട്ടിയിട്ട് മൂടാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ കുമ്മായം ഇട്ട് കൊടുത്തൊന്ന് കൊത്തി ഇളക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലായിടത്തും തന്നെ കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വാട്ടരോഗമൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു ഏരിയയാണ്. ഞാനിപ്പോൾ ഇവിടെ വെണ്ട അതുപോലെ വഴുതനയൊക്കെ നടുമ്പോൾ വാട്ടരോഗം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അടിവളമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്, അതുപോലെ ചാണകപ്പൊടിയും. അപ്പോൾ ആദ്യം തന്നെ കുറേ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മണ്ണ് നന്നായിട്ടൊന്ന് കൊത്തിയെടുക്കാം.
അപ്പോൾ ദേ മണ്ണൊക്കെ നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതേ നമ്മുടെ ഈ ഇട്ട് വെച്ചിരിക്കുന്ന പയർ വിത്തൊക്കെ നന്നായിട്ട് കുതിർന്നപ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഇട്ടതാണ്. അപ്പോൾ അതേ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട കലർത്തിയാണ് നടുന്നത്. ഇപ്പോൾ പച്ചപ്പയറും അതുപോലെ വയലറ്റ് പയറും ഇട കലർത്തിയാണ് നടുന്നത്. ഒരു കുഴിയിൽ 2 വിത്തായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ വിത്തെല്ലാം ഒന്ന് നട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ പയർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം വെണ്ട നട്ട സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ വെണ്ട വിത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ട ഒരു വിത്ത് വെച്ചാണ് കേട്ടോ ഞാൻ നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര ഏകദേശം ഒരു അല്പം അകലം വെച്ച് തന്നെ നമുക്ക് ഈ വെണ്ട വിത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അല്പം മണ്ണും ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇതേ വെണ്ട വിത്തൊക്കെ ഞാൻ നട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നമ്മുടെ മണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിടക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് മുളച്ചതിന് ശേഷമല്ല നട്ട് കൊടുത്തേക്കണത്. അപ്പോൾ നന്നായിട്ട് മുളച്ച് വരാനായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ പയറിൻ്റെ മുള വരുന്നതും വളമിടൽ രീതിയും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.